ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും PYQ തുടങ്ങിയാണ്. 2019 ജൂലൈയിലെ ഒരു 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്പീഷീസ് ബിലോങ് ടു അറക്നോബൊറൈൻ? ഓപ്ഷൻ എ B7H7 2-, ഓപ്ഷൻ ബി B6H6 2-, ഓപ്ഷൻ സി B6H10, ഓപ്ഷൻ ഡി C2B7H30. അപ്പോൾ ബൊറൈൻസ് സാധാരണ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്ലോസോ, നിഡോ, അറക്നോ, അങ്ങനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൊറൈൻസ് തന്നാൽ എങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്, ഓർക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇതാ നോക്കൂ, BnHn+2, BnHn+2 അല്ലെങ്കിൽ BnHn-2. ഈ +2 എന്നുള്ളത് ഇവിടെയുള്ളത് -2. ഓക്കെ, അതെന്തിലാണ് വരുന്നത്? ക്ലോസോ, BnHn+2 അല്ലെങ്കിൽ BnHn-2 എന്തിലാണ് വരുന്നത്? ക്ലോസോ. BnHn+4 അല്ലെങ്കിൽ BnHn-4, ഇവിടെ പ്ലസ് -4, n+4 അല്ലെങ്കിൽ BnHn-4 ആണെങ്കിൽ അത് നിഡോ. BnHn+6 അല്ലെങ്കിൽ BN ഇവിടെ n ആണ് കേട്ടോ, BnHn-6 ആണെങ്കിൽ അറക്നോ. അപ്പോൾ നമുക്ക് എളുപ്പം ഓർമ്മിക്കാൻ അറക്നോ എന്നുള്ളത് 6 എന്നുണ്ട് അല്ലേ. അപ്പോൾ BnHn-6 അല്ലെങ്കിൽ BnHn+6. അപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അറക്നോ എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ 2, 4, 6 അങ്ങനെയാണ് വരുന്നത്. 2, 4, 6 നോക്കുക, 2, 4, 6. BnHn+2 ആണെങ്കിൽ ക്ലോസോ, BnHn+4 ആണെങ്കിൽ നിഡോ, BnHn+6 ആണെങ്കിൽ അറക്നോ. 6 അല്ലേ. അത് അല്ലെങ്കിൽ എന്താണ് -2 ചാർജ് ഉള്ള ബൊറൈൻസ് ആണെങ്കിൽ -2 ആണെങ്കിൽ ക്ലോസോ, -4 ആണെങ്കിൽ നിഡോ, -6 ആണെങ്കിൽ അറക്നോ. അതുപോലെ തന്നെ വേറെയും ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക, ഇതുപോലെ തരും. ക്വസ്റ്റ്യൻസിൽ ഒരു ഓപ്ഷൻ ഇതാണ് അല്ലേ. അപ്പോൾ C2B7H30, C2B7H30 ഇങ്ങനെ തന്നാൽ നമ്മളിവിടെ ഇത്രയാണ് നമ്മൾ പഠിച്ചത്, ബിൻ്റെ എച്ചിൻ്റെ ഫോം അല്ലേ. അതുകൂടാതെ എന്തുണ്ട്? കാർബൺ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബൊറൈൻസ് BH എന്നുള്ള ഫോമിൽ എഴുതണം. അതിന് ഇതറിഞ്ഞിരിക്കാം. ഐസോലോബൽ എന്ന് പറഞ്ഞാൽ കാർബണിനായിട്ട് സാമ്യമുള്ളത് BH ആണ്, നൈട്രജനുമായിട്ട് സാമ്യമുള്ളത് BH2 ആണ്, ഓക്സിജനുമായിട്ടുള്ളത് BH3 ആണ് എന്ന് അങ്ങ് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, BH, BH2, BH, BH2, BH3 ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ BH, BH2, BH3, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, BH, BH2, BH3 അങ്ങനെ ഓർക്കുക. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, BH, BH2, BH3, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, BH, BH2, BH3. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ കോമ്പൗണ്ടിൽ കാർബൺ തന്നു. ഇതിനെ എങ്ങനെ എന്നിട്ട് മാറ്റി എഴുതണം? കാർബൺ എന്താണെന്ന് പഠിച്ചു നമ്മൾ, ഐസോലോബൽ BH ആണെന്ന് പഠിച്ചു. അപ്പോൾ ഈ C2 മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിന് പകരം നമ്മൾ BH എന്ന് കൊടുക്കാം. അപ്പോൾ BH എന്ന് കൊടുത്തു. C2 ആണല്ലോ ഇവിടെ താഴെ, അതുകൊണ്ട് അതിൻ്റെ BHൻ്റെ താഴെ നമ്മൾ 2 എന്ന് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് അതുപോലെ എഴുതുക, B7H30. അപ്പോൾ ഈ BH2 ഇവിടെ BH2 എന്ന് വന്നു. അപ്പോൾ അതിന് B എത്ര വരും? അപ്പോൾ BH2 ബ്രാക്കറ്റിന് പുറത്താണല്ലോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ, 2 ഉണ്ട്. അപ്പം B2H2 എന്ന് എഴുതാമല്ലോ നമുക്ക്. പിന്നെ ബാക്കിയുള്ളതും കൂടി എഴുതുക, B7H13. എന്നിട്ട് ടോട്ടൽ എത്ര B ഉണ്ട്, എത്ര H ഉണ്ട് എന്ന് നോക്കുക. അപ്പോൾ എത്രയുണ്ട്? B എത്രയുണ്ട്? B 2, ഇവിടുത്തെ 2 ഉണ്ട്, പിന്നെ 7, 7 2 9. H എത്രയുണ്ട്? 13, ഇവിടുത്തെ 2 15. അപ്പോൾ
B9H15 എന്ന് കിട്ടും. അത് എങ്ങനെയുള്ള ഫോമിലാണുള്ളത്? Bn 9 എത്ര കൂട്ടിയാലാണ് 15 കിട്ടുക? 9 എത്ര കൂട്ടിയാലാണ് 15 കിട്ടുക? 9 6 കൂട്ടിയാലാണ് 15 കിട്ടുക. അപ്പോൾ എന്താണ് തന്നിട്ടുള്ള ബൊറൈൻസ് എന്ന് പറയുന്നത് അറക്നോബൊറൈൻ ആണ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതാണ് തന്നിട്ടുള്ളവയിൽ ഏതാണ് അറക്നോബൊറൈൻ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ C2B7H30 അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. B7H7 2- ഇത് ഏതിലാണ് വരിക? BnHn 2- അല്ലേ? അത് വരുന്നത് ഏതാണ്? ക്ലോസോ. വെരി ഗുഡ്, ക്ലോസോയിലാണ് വരുന്നത്. അടുത്തത് നോക്കുക. അടുത്തത് ഏതിലാണ് വരുന്നത്? B6H6 2- അതേലാണ് വരുന്നത്? അതും ക്ലോസോയിലാണ് വരുന്നത്. B6H10 അതേലാണ് വരുന്നത്? BnHn+4 വരുന്നത് ഏതാണ്? നീഡോ. അപ്പോൾ ഇത് നീഡോ, ഇതും ക്ലോസോ, ഇത് നീഡോ. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോയിസോമർ പോസിബിൾ ഫോർ കോംപ്ലക്സ് വിത്ത് ജനറൽ ഫോർമുല Ma2BCDE വിൽ ബി. ആൻസർ 15. ആൻസർ 15 വരിക. നമുക്ക് സ്റ്റീരിയോയിസോമേഴ്സിൻ്റെ ക്ലാസ് ഒരിക്കൽ ചെയ്യാം. അപ്പോൾ അതിന് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഫോർമുലയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വേറൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ. ഇനി ഐഡൻറ്റിഫൈ ദ സിസ്റ്റം വിച്ച് ആർ ആരോമാറ്റിക് ഇൻ നേച്ചർ. നോക്കുക. അപ്പോൾ നമ്മൾ ആരോമാറ്റിസിറ്റിയുടെ ക്ലാസ് ഒരിക്കൽ ചെയ്തിട്ടുണ്ട്, ഹക്കൽസ് റൂൾ വെച്ചിട്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്, ഏതാണ് ശരിയെന്ന് നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ടിൽ എത്ര പൈ ബോണ്ടാണുള്ളത്? 2 പൈ ബോണ്ടാണുള്ളത് അല്ലേ? 2 പൈ ബോണ്ടാണുള്ളത്. 2 പൈ ബോണ്ടും പിന്നെ ഒരു നെഗറ്റീവ് ചാർജ്. അപ്പോൾ 2 പൈ ബോണ്ട് ഉള്ളത് കൊണ്ട് 4 ഇലക്ട്രോണും പിന്നെ നെഗറ്റീവ് ചാർജിൻ്റെ 1 ഇലക്ട്രോണും, അങ്ങനെ ടോട്ടൽ 2, 4, 6, അങ്ങനെ 6 ഇലക്ട്രോണാണുള്ളത്. 6 ഇലക്ട്രോൺ വരുമ്പോൾ ഏതാണ്? 4n+2 സിസ്റ്റമാണോ 4n ആണോ? അപ്പോൾ 4n+2 ആണ്. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? ആരോമാറ്റിക് ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തേതിൽ എന്താണ്? ഇവിടെ പ്ലാനാറാണ്, സൈക്ലിക്കാണ്. അപ്പോൾ 2, 4, 6 ഇലക്ട്രോൺ ആണ്. അപ്പോൾ അത് 4n+2 ആണ്. 4n+2 ആയതുകൊണ്ട് അതും എന്താണ്? ആരോമാറ്റിക് ആണ്. നെക്സ്റ്റ് നോക്കാം. ഇതിൽ എത്രയുണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 5 പൈ ബോണ്ട് ഉണ്ട്. 10 ഇലക്ട്രോൺ ആണുള്ളത്. അതും എന്താണ്? 4n+2 ആണ്. പക്ഷേ ഇത് ശ്രദ്ധിക്കണം, ഇത് എന്താണ്? ആരോമാറ്റിക് അല്ല. കാരണം എന്താണ്? ഇത് നോൺ പ്ലാനാറാണ്. നോൺ പ്ലാനാർ ആകുമ്പോൾ അതെന്തായിരിക്കും? നോൺ ആരോമാറ്റിക് ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തേതല്ല. ഇനി നാലാമത്തേത് നോക്കുക. നാലാമത്തേതിൽ 1, 2, 3, 4, 5. ഇപ്പോൾ 5 പൈ ബോൺസ് ഉണ്ട്. 5 പൈ ബോൺസ് ഉണ്ടാകുമ്പോൾ 10 ഇലക്ട്രോൺ ആണ്. 4n+2 ആണ്. ഒബേ ചെയ്യുന്നത് അതും അപ്പോൾ ആരോമാറ്റിക് ആണ്. അപ്പോൾ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് വരിക? 1,
2, 4. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ വീഡിയോ നോക്കുക, അതിൽ വിശദമായി പറയുന്നുണ്ട് ഹക്കൽസ് റൂളിനെ പറ്റി. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. Smoluchowski equation for rate constant of a reaction in solution is characterized by option A very high activation energy reactions, option B diffusion controlled reactions, option C branched chain reaction, option D unimolecular reaction. അപ്പോൾ ആൻസർ വരുന്നത് ഡിഫ്യൂഷൻ കൺട്രോൾഡ് റിയാക്ഷൻ ആണ്. കെമിക്കൽ കൈനറ്റിക്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഡിഫ്യൂഷൻ കൺട്രോൾഡ് റിയാക്ഷൻ ഈ ഓരോന്നും എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദമായി ഇത് വിശദമായി പറയാനെന്നാൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി ഫോർ എ calomel electrode, the electrode reaction is reversible with respect to the concentration of Cl- ആണ് കറക്റ്റ് ആൻസർ. For a calomel electrode, the electrode reaction is reversible with respect to the concentration of Cl-. ഇപ്പം ഇലക്ട്രോൺസിനെ പറ്റി കെമിക്കൽ കൈനറ്റിക്സിനെ കുറിച്ചൊക്കെ വേറൊരു വീഡിയോയിലും പറയാം. അങ്ങനെ നമ്മൾ ഒരുപാട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രീകഴ്സർ ഫോർ ദ ബയോസിന്തസിസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ? ഓപ്ഷൻ എ ലാനോസ്റ്റിറോൾ, ഓപ്ഷൻ ബി കൊളസ്ട്രോൾ, ഓപ്ഷൻ സി സ്ക്വാലിൻ, ഓപ്ഷൻ സി എസ്ട്രാഡയോൾ. ഓപ്ഷൻ ഡി എസ്ട്രാഡയോളാണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രീകഴ്സറാണ്, ബയോസിന്തസിസിലെ പ്രീകഴ്സറാണ്. ലാനോസ്റ്റിറോള്, കൊളസ്ട്രോള്, സ്ക്വാലിൻ ഇവയെല്ലാം പ്രീകഴ്സർ ഫോർ ദ ബയോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ ആണ്. നെക്സ്റ്റ്, benitoic is represented by BATI SiO3 thrice, which was under the category of option A pyrosilicate, option B cyclic silicate, option C sheet silicate, and option D orthosilicate. ഈ ക്വസ്റ്റിൻ്റെ ആൻസറും പിന്നെ സിലിക്കേറ്റ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കാണുക. സിലിക്കേറ്റ്സിൻ്റെ വീഡിയോ ഉണ്ട്, വളരെ ഈസി ആയിട്ട് വളരെ ട്രിക്കി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പോൾ അതിൽ പറഞ്ഞത് എന്താണ്, ആ ഒരു കോഡ് ഉണ്ടല്ലോ അതെന്താണ്, വീഡിയോ കണ്ടവർ ഓർമ്മിച്ച് നോക്കുക. എന്താണ്? TC റോസ്പിഡി. ഇതാണ് കോഡ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സൈക്ലിക് സിലിക്കേറ്റ്. നെക്സ്റ്റ്, ഇനോർഗാനിക് ബെൻസീൻ ഈസ് പ്രിപ്പയർഡ് ബൈ റിയാക്ടിങ് ഡൈബോറൈൻ വിത്ത് അമോണിയ ആൻഡ് ദ ഫോർമുല ഈസ്. ഇനോർഗാനിക് ബെൻസീൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. B3N3H6. B3N3H6 ആണ് ഇനോർഗാനിക് ബെൻസിൻ്റെ ഫോർമുല. നമ്മൾ ഓർഗാനിക് ബെൻസിൻ്റെ എന്താണ്? C6H6. ഇനോർഗാനിക്കിൻ്റെ B3N3H6. നെക്സ്റ്റ്, ദ ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ B12 കണ്ടെയ്ൻസ് CO3 അറ്റാച്ച്ഡ് ടു അഡിനോസിൽ ഗ്രൂപ്പ്. ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ B12. വിറ്റാമിൻ B12 കൊബാൾട്ട് 3 അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അഡിനോസിൽ ഗ്രൂപ്പിനെയാണ്. ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ B12 അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അഡിനോസ് ഗ്രൂപ്പിലാണ്. അടുത്തത് ലുമിനാൽ ഈസ് എ ഡ്രഗ് പ്രൈമർലി യൂസ്ഡ് ആസ് ഹിപ്നോട്ടിസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹിപ്നോട്ടിസ്. ഈ ലുമിനാൽ എന്ന് പറയുന്നത് ഒരു ബാർബിറ്റാൽ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഡ്രഗാണ്. അത് നമ്മൾ ഹിപ്നോട്ടിക്സിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് വിശദീകരിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ്.